അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവില് ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് കുംഭഭരണി നാളാണ്. ചെറുഭരണി കൊടിയേറ്റമായിരുന്നു. അപ്പോൾ അവകാശികളായിട്ടുള്ള മലയം തട്ടാൻ വന്ന് കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ചു. അതിനുശേഷം ഇടമുക്ക് മൂപ്പന്മാര് കാവില് മൊത്തം കൊടിതോരണങ്ങൾ കെട്ടി. അപ്പോൾ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇനി ചെറുഭരണി കൊടിയേറ്റത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. മഹാശക്തി മഹാപരമേശ്വരിയായി വാഴും കൊടുങ്കാളിയൂരിൽ വസിക്കും കൊടുങ്കാളി ആദിപരാശക്തിയും കൊടുങ്കാളിയായി ഇരിക്കും ശ്രീകുരുമ്പക്കാവിലെ ചെറുഭരണി കൊടികയറ്റമാണ് ഇന്ന് ഇവിടെ അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത്. ഇനി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയുടെ ദാസന്മാരും ദാസിമാരുമായിട്ടുള്ളവരൊക്കെ നിണാർച്ചന എന്ന് പറയുന്ന രണഭൂമിയിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മീനഭരണിക്ക് മുന്നേ അശ്വതിക്ക് വരുന്ന ഇവിടെ കാവ് തീണ്ടുന്ന വരെയുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്ന നാനാ ദേശത്തുള്ള വെളിച്ചപ്പാടന്മാര്, കോമരന്മാര്, അതുപോലെ തന്നെ മൂപ്പന്മാര്, ആൾത്തറ മൂപ്പന്മാര് യഥാവിധി ഇരിക്കുന്ന നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്താതെ നമ്മുടെ ശ്രീകുരുമ്പ ഭഗവതി കാവിലെ മീനഭരണി എന്ന് പറയുമ്പോൾ അശ്വതിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് അടക്കി വിട്ടോ. അശ്വതി വേല എന്നാണ് പറയും. ഭരണി വേല എന്നും അശ്വതി വേല എന്നും പറയും. അശ്വതിക്ക് 12 മണിക്ക് നട അടയ്ക്കുന്നതാണ്. അപ്പോൾ അശ്വതി വേലയ്ക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും അവനവൻ്റെ കുലം എന്താണോ, കുലാചാരം അതെന്താണോ അത് നടപ്പിലാക്കി ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മുതലായവ ആളുകളുടെ നിർദ്ദേശവും പോലീസിൻ്റെ സമ്പ്രദായവും അനുസരിച്ച് നമ്മളുടെ ഈ ഭരണി മഹോത്സവം ഗംഭീരമായി കൊണ്ടാടുവാനായിട്ട് സർവ്വഭക്തരെയും ശ്രീകുരുമ്പ ഭഗവതി എന്ന ആദിപരാശക്തിയായിരിക്കും കൊടുങ്കാളിയൂരിൽ വസിക്കും കൊടുങ്കാളിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ആശംസകളും ഈ ഉള്ളവൻ്റെ ആശംസകളും. അമ്മേശ്വരം ദേവീശ്വരണം. ഇന്ന് കുംഭഭരണി കൊടിയേറ്റം. ഇനി ഇത് കഴിഞ്ഞ് മെയ് 1-ാം തീയതിയാണ് കോഴിക്കല് മൂടൽ. അതുപോലെ തന്നെ ഇന്ന് മലയം തട്ടാൻ വന്ന ഭഗവതിക്ക് താലി സമർപ്പിച്ച് ഇന്നാണ് ഭരണിൻ്റെ തുടക്കം. അതുപോലെ തന്നെ മെയ് 1-ാം തീയതി കോഴിക്കല് മൂടൽ. പിന്നെ ഈ മാർച്ച് 19, 20, 21, 22 38 രേവതി അശ്വതി ഭരണി. ആ ഭരണിക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ആശംസകളും അതുപോലെ തന്നെ ഭരണി നല്ല രീതിക്ക് നടക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു.